നിൽക്ക് അതിലൊരു കാര്യമുണ്ട്. നമ്മുടെ പാർട്ടി ഗ്രാമത്തിൽ നിന്ന് ദിനേശനോട് പെണ്ണിട്ട് കഴിഞ്ഞാൽ ഓന് സി.പി.ക്ക് ഓള് സി.പി.ക്ക്. അതിന് നമുക്ക് കാര്യമില്ലല്ലോ. ഒരു കാര്യമുണ്ടല്ലോ, എന്ത് കാര്യം? ഭാര്യ വീട് അടുത്താവും. അതെ, ഒന്ന് ആഞ്ഞു പിടിച്ചാല് അടുത്ത ഗവർണർ ആണ്ട ആളാന്ന് നമ്മൾ അച്ചുവട്ടെ. നമ്മൾ അച്ചുവട്ടേട്ടൻ്റെ മോളെ കണ്ട കമ്മികൾക്ക് കെട്ടിച്ചു കൊടുക്കേണ്ട യാതൊരു ഗതികേടും തൽക്കാലം ഇന്ന് നമുക്ക് കേരളത്തിലില്ല. ആടുന്നൊരു BKP-കാരനെ കെട്ടിയാ ആ ഒരു വോട്ട് കൂടി നമുക്ക് കിട്ടൂലേ. ഇനി ഭാവിയിൽ ഇവർക്ക് എത്ര കുട്ടികളുണ്ടായാലും ആ വോട്ടൊക്കെ നമുക്കല്ലേ. അതുകൊണ്ട് ദിനേശനെ കൊണ്ട് ഓളെ കെട്ടിക്കുന്നതാണ് ബുദ്ധി. എന്താ? അങ്ങനെയാണ് ഞാനൊരു ഐഡിയ പറയാം. എനിക്ക് കൂടി അടുത്തൊരു പെണ്ണ് ശരിയാക്കിയ നമുക്ക് വോട്ടിന്റെ എണ്ണം കൂട്ടിക്കൂടി സഖാവേ. കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ഒരു കോംപ്രമൈസും കാണിക്കൂല. പെണ്ണ് കെട്ടാനൊക്കെ ഒരു യോഗം വേണം. നിലവിൽ നമുക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്തൊരു മേഖലയാണ് ചിന്തമംഗലം. ഈ ഒരു വിവാഹം നമുക്കും നമ്മുടെ പാർട്ടിക്കും അവിടെ നുഴഞ്ഞു കയറാനുള്ള ഒരു സുവർണവസരമായിട്ട് കരുതിയാൽ മതി. നമ്മളിപ്പോ പ്രായോഗിക രാഷ്ട്രീയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനെ ഞാനും പറയും, എനിക്ക് പ്രായം കൂടി വരിക. എന്താണ് ഗിരി, എന്തെങ്കിലും എതിർപ്പുണ്ടാ? ഓന് പ്രായം കൂടുന്നതിന് ഞാൻ എതിർത്തിട്ടെന്താ കാര്യം? അതല്ലേ ഈ കല്യാണത്തെ കുറിച്ച് എന്തെങ്കിലും എതിർപ്പുണ്ടോന്നാണ് ചോദിച്ചത്. അല്ല, എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ എനക്കും ഓക്കെ. പാർട്ടിയുടെ ഈ ദൗത്യം BKP-യുടെ ഉണ്ണീനെ ഏൽപ്പിക്കാം. ഓൻ പോയി സംസാരിക്കട്ടെ. ഉണ്ണി വഴി ഈ കാര്യം അവതരിപ്പിച്ചപ്പോ അത് ഞാനൊന്നും അമ്പരന്നു. NSS ക്യാമ്പ് വഴിയുള്ള പരിചയമാണ്. ചോദിച്ചപ്പോ അവക്കും വലിയ താല്പര്യമാണ്. പിന്നെ ഇക്കാലത്ത് കുട്ടികളുടെ താല്പര്യമാണല്ലോ പ്രധാനം. ഒന്ന് വിളിക്കടാ. ആ എന്തെല്ലാം ദിനേശ വിശേഷം? ഇത് ഇതാരാ? നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാ. വേറെ എന്തെങ്കിലും വേണേ പറയണ കേട്ടാ, ഞാൻ പറയണ്ടേ? എവിടെ ചെന്നാലും കമ്പനിക്കാരാന്നല്ലോ. എപ്പോ ഇങ്ങോട്ടെന്നെ വരുത്ത്? അങ്ങനൊന്നുമില്ല. എപ്പോ എന്നെ കല്യാണം കഴിക്കാൻ പ്ലാൻ? കല്യാണോ? കല്യാണമൊക്കെ പെട്ടെന്ന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. പെട്ടെന്നൊന്നും നടക്കില്ല. ബെസ്റ്റ്. കൂട്ടുകാരെല്ലാം വിട്ട് ഇത്ര അർജന്റ് ആയിട്ട് അന്വേഷിക്കാനൊക്കെ വന്നപ്പോ ഞാൻ കരുതി കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കാന്ന്. ഇപ്പൊ ആ താമസിക്കുന്ന വീടില്ലേ, ഒരു 100-500 പേർക്ക് അവകാശമുള്ള അടുത്തേക്കാണ് നിന്നെ വിളിച്ചോണ്ട് കൊണ്ട്. പിന്നെ വീട് മെയിൻ റോഡിനടുത്ത് ഞാൻ പറഞ്ഞ ഇങ്ങനെ പണിയനുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ശരിയാവണമെങ്കിൽ എൻ്റെ മുടങ്ങി കിടക്കണ 6 വർഷത്തെ സാലറി ഉണ്ട്, അത് കിട്ടണം. അത് കിട്ടണമെങ്കിൽ എൻ്റെ ജോലി പെർമനൻ്റ് ആവണം. ഇപ്പം തൽക്കാലം അച്ഛമ്മയുടെ ഇളയമ്മയുടെയൊക്കെ ക്ഷേമ പെൻഷനിലൂടെയാണ് കാര്യങ്ങളൊക്കെ നടന്നു പോണത്. അതൊക്കെ കാരണമാണ്. അതെ, ഞാനൊരു കാര്യം തുറന്നു പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. ഞാനവിടെ അന്ന് വന്നേരം മുതൽ ശ്രദ്ധിച്ചതാ, ആ വീട്ടിൽ എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നോ? എന്തു പ്രശ്നം? ഞാനവിടെ വന്നപ്പോ ആ തുളസിത്തറേന്റെ അവസ്ഥയൊന്ന് കാണണേനു. കുറെ കാലമായിട്ട് വിളക്ക് വെക്കാണ്ട് കാട് പിടിച്ച് കിടക്കുന്ന ഗുളികൻ തറ. അങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിക്കണ്ട ഇപ്പൊ വെച്ചിട്ടുള്ള. അതുകൊണ്ടൊക്കെ തന്നെയാ ഈ പ്രശ്നങ്ങളൊക്കെ. അതെ, ഞാൻ നല്ലൊരു സഖാവാണ്. എനിക്ക് ഈ പ്രേതഭൂത പിശാചികളേക്കൊന്നും ഒരു താല്പര്യവും ഇല്ല. പിന്നെ എനിക്ക് അതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. ഞാൻ വിചാരിക്കാൻ ഈ ഡയലോഗ് എപ്പോ പറയാൻ പോകുന്നെന്ന്. ശരി, ആ നിങ്ങളെ നാളേതാ? നാളും കോളൊന്നുമില്ല. എന്നാ ഡേറ്റ് ഓഫ് ബർത്ത് പറ. ഡേറ്റ് ഓഫ് ബർത്ത് 29/5/92. നല്ല ഓൾഡ് മോഡൽ ആണല്ലോ. പോയ നല്ല ഗോൾഡ് മോഡലാണ്. വെറുതെ ഇരിപ്പം എന്താണ് ഈ പറഞ്ഞത്? ജനിച്ച സമയം? അമ്മ രാവിലെ 6:45 പറഞ്ഞിട്ടുണ്ട്. അതെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കാൻ ടെക്നോളജിയുടെ ആവശ്യം വരുന്നുണ്ടല്ലോ. ആ അത് വേണ്ടി വരും. വെളുത്ത പക്ഷത്തിൽ പൂരാടം. വെറുതെ അല്ല. ഇപ്പൊ 7 ചൊവ്വ തീരാനിനി ഒരു 6 മാസം എടുക്കും. തീരാൻ ഇനി 6 മാസം ഉണ്ടോ? തനക്ക് ഇത്രയും പഠിച്ചിട്ടും ഇതിന്റെയൊക്കെ പുറകെ പോകണ്ടല്ലോ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഈ നാളുകാര് ഈ സമയത്ത് എന്ത് ചെയ്താലും രക്ഷപ്പെടൂല. അതാ ഇപ്പോഴത്തെ ഗ്രഹനില. രക്ഷപ്പെടില്ല? ഇല്ല. നമുക്ക് നോക്കാം. വീട്ടിൽ നിന്നാ. ഹലോ.